ഒഫീഷ്യലി 90% QA ജോലികളും ഇല്ലാതാക്കി. കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വൈറലായ ഒരു പോസ്റ്റിലെ വരികളാണിവ. കേൾക്കുമ്പം അല്പം പേടി തോന്നുമെങ്കിലും ഇതിലെ സത്യാവസ്ഥ എന്താണെന്ന് നമ്മൾ അറിയേണ്ടതുണ്ട്. സത്യത്തിൽ QA ജോലികൾ ഇല്ലാതാവുകയാണോ അതോ മാറിക്കൊണ്ടിരിക്കുകയാണോ എന്ന് ആണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. ഞാൻ ആര്യ ശ്രീദേവി, എൻട്രിയിലെ ലീഡ് സോഫ്റ്റ്വെയർ ടെസ്റ്റിംഗ് മെന്ററാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ഒരുപാട് ആളുകളെ QA ഇൻഡസ്ട്രിയിലേക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. 2023 മുതൽ 2026 വരെയുള്ള മാർക്കറ്റ് ട്രെൻഡുകളെ കുറിച്ച് കൃത്യമായ ഒരു സ്റ്റഡി ഈ വീഡിയോയിൽ കൂടി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നത്. IT മേഖലയിലെ പിരിച്ചുവിടലുകളെ കുറിച്ച് ആദ്യം നമുക്കൊന്ന് നോക്കാം. 2023 നോക്കുകയാണെങ്കിൽ ഈ വർഷം ഏകദേശം 2,64,000 ടെക് ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു. AI ഉപയോഗിച്ച് മനുഷ്യരെ മാറ്റുവാൻ കമ്പനികൾ ശ്രമിച്ച ഒരു വർഷമായിരുന്നു ഇത്. ഇനി 2024 കുറച്ചുകൂടെ സ്ഥിതി മെച്ചപ്പെട്ടു. അതായത് പിരിച്ചുവിടലുകൾ 1,52,000 കുറഞ്ഞു. 2025 വരികയാണെങ്കിൽ ഈ വർഷം വെറും 1,23,000 പിരിച്ചുവിടലുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പല കമ്പനികളും മനുഷ്യരെ മാറ്റി AI വെക്കാൻ ശ്രമിച്ചെങ്കിലും പിന്നീട് അവർക്ക് തങ്ങളുടെ തീരുമാനം മാറ്റേണ്ടി വന്നു എന്നതാണ്. AIക്ക് മാത്രം ക്വാളിറ്റി ഉറപ്പാക്കാൻ കഴിയില്ലെന്ന് കമ്പനികൾക്ക് മനസ്സിലാക്കി തുടങ്ങി. ഇനി മാർക്കറ്റ് അനാലിസിസ് നോക്കുമ്പോൾ ഇപ്പോൾ മാർക്കറ്റിൽ ജോലികളുണ്ടോ? ഇപ്പൊ US മാത്രം QA എഞ്ചിനീയർ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 8,000-ലധികം ജോലികൾ പ്രമുഖ പോർട്ടലിൽ കാണാം. ഇതിൽ മാനുവൽ QA, ഓട്ടോമേഷൻ, SDET എന്നിങ്ങനെ വിവിധ തസ്തികകളുണ്ട്. ചുരുക്കത്തിൽ ജോലികൾ ഇല്ലാതാകുന്നില്ല, പകരം ഡിമാൻഡ് കൂടുകയാണ് ചെയ്യുന്നത്. നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത്? മാനുവൽ QA ഇത് ഒരിക്കലും മരിക്കില്ല, കാരണം മനുഷ്യന്റെ ചിന്താഗതി ടെസ്റ്റിംഗിൽ അത്യാവശ്യമാണ്. പക്ഷെ മാർക്കറ്റിലെ വെറും 20% ജോലികൾ മാത്രമേ ഇപ്പോൾ ഇതിലുള്ളൂ. ഓട്ടോമേഷനിലാണെങ്കിൽ മാർക്കറ്റിലെ 80% ജോലികളും ഓട്ടോമേഷൻ മേഖലയിലാണുള്ളത്. അതിനാൽ മാനുവൽ ടെസ്റ്റിങ്ങിനൊപ്പം ഓട്ടോമേഷൻ കൂടി പഠിക്കുന്നത് നിങ്ങളുടെ കരിയറിന് വലിയ മുൻതൂക്കം നൽകും. ഇന്നത്തെ ഇന്റർവ്യൂകളിൽ 40%-ഓളം ചോദ്യങ്ങൾ AI ഏജൻസ്, അതായത് പ്ലാനർ, ജനറേറ്റർ, ഹീലർ എന്നിവയെ കുറിച്ചാണ് ചോദിക്കുന്നത്. ആമസോൺ, IKEA തുടങ്ങിയ വമ്പൻ കമ്പനികളിൽ പോലും QA എഞ്ചിനീയേഴ്സിന് ഇപ്പോഴും വലിയ അവസരങ്ങളുണ്ട്. AI കണ്ട് പേടിക്കേണ്ടതില്ല, മറിച്ച് AI ഒരു ടൂളായി ഉപയോഗിക്കാൻ പഠിക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. പുതിയ ടൂളുകൾ പഠിക്കുവാനും സ്വയം അപ്ഡേറ്റ് ആകുവാനും തയ്യാറാണെങ്കിൽ QA മേഖലയിലേക്ക് നിങ്ങൾക്ക് മികച്ചൊരു ഭാവി കാത്തിരിപ്പുണ്ട്. നിങ്ങൾക്ക് QA കരിയറിനെ കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ബന്ധപ്പെടാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.